അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ജില്ലാ സാഹിത്യോത്സവിന്റെ ഈ വർണ്ണാഭമായ വേദിയിൽ ഞാൻ നിങ്ങളോടൊരു കൊച്ചു കഥ പറയാം. പൈങ്കിളി മാസികകളിൽ വന്ന പൊള്ളക്കഥയല്ലോ. ലോകത്തെ ഏറ്റവും മികച്ച വിശ്വസനീയ ഗ്രന്ഥമായ ഖുർആനിൽ അള്ളാഹു പ്രതിപാദിച്ച ഗുണപാഠ കഥയാണിത്. പണ്ടൊരു നാട്ടിൽ പടച്ചവൻ തന്ന പണം പാവങ്ങൾക്ക് നൽകിക്കൊണ്ട് പരിശുദ്ധ ജീവിതം നയിച്ച ഒരു പണക്കാരനുണ്ടായിരുന്നു. വർഷാവർഷം അദ്ദേഹത്തിൻ്റെ കൃഷിക്കൊയ്ത്ത് സമയം വരുമ്പോൾ നാടാകെ വിളംബരം ചെയ്യും. നാനാദിക്കിൽ നിന്നും പാവങ്ങൾ ആ ദിനം പാടത്തേക്ക് ഒഴുകും. കൊയ്തെടുത്ത ധാന്യങ്ങൾ അദ്ദേഹം വൻതോതിൽ പാവങ്ങൾക്ക് വിതരണം ചെയ്യും. എല്ലാ വർഷവും ഈ പതിവ് തുടർന്നു പോന്നു. ആ നാട്ടിലെ കണ്ണിലുണ്ണിയായി ഗരീബ് നവാസായി അറിയപ്പെടാൻ അദ്ദേഹത്തിന് അധികകാലം വേണ്ടി വന്നില്ല. എങ്കിലും ഈ സൽപ്രവൃത്തി ദഹിക്കാത്ത ചിലരുണ്ടായിരുന്നു. മറ്റാരുമല്ല, അദ്ദേഹത്തിൻ്റെ മക്കൾ തന്നെ. എങ്കിലും ഉപ്പയോട് ഇത് പരസ്യമായി പറയാൻ അവർക്ക് ധൈര്യം വന്നില്ല. കാലങ്ങൾ കഴിഞ്ഞുപോയി. ആ പിതാവിനെ അള്ളാഹു തിരിച്ചു വിളിച്ചു. ഇതോടെ മക്കളുടെ മനതലത്തിൽ സന്തോഷ സൂര്യനുദിച്ചു. ഇല്ല, ഇനി നമ്മുടെ വാലുകളിൽ നിന്ന് ഒരു ചെറു തരി പോലും കൈപ്പിടിയിൽ ഒതുക്കാൻ ഒരുത്തനെയും അനുവദിക്കുകയില്ല. ഒന്നാമനും മൂന്നാമനും അട്ടഹസിച്ചു. ഇക്കാലത്തുമുണ്ടല്ലോ പാവങ്ങളുടെ ഹക്ക് ഹാലാക്കോടെ ഹാലാലാക്കുന്ന പിശുക്കന്മാർ. ഇതുകൊണ്ട് തന്നെയാണ് റബ്ബ് അടിക്കടി പരീക്ഷിക്കുന്നതെന്ന് ഓർമ്മയിലിരിക്കട്ടെ. ഞാൻ കഥയിലേക്ക് തന്നെ തിരിച്ചു വരാം. അല്പം ഈമാൻ ഉണ്ടായിരുന്ന രണ്ടാമൻ പറഞ്ഞു, ഇല്ല, ഞാനുപ്പയുടെ പാത തന്നെ പിന്തുടരും. ഇല്ലേൽ റബ്ബിന്റെ പരീക്ഷണം വന്നേക്കാം. ഓഹോ, ആവട്ടെ, നീ നിന്റെ ഓഹരിയിൽ നിന്ന് എന്തു വേണമെങ്കിലും ചെയ്തോ. ഞങ്ങളുടെ ഓഹരിയിൽ നിന്ന് ഒരു ചെറു തരി പോലും കൈപ്പിടിയിൽ ഒതുക്കാൻ ഒരുത്തനെയും അനുവദിക്കുകയില്ല. രണ്ടുപേരും പറഞ്ഞു. അവസാനം സമ്മർദ്ദത്തിനിടയിൽ അടിമപ്പെട്ട് രണ്ടാമനും നിലപാട് മാറ്റി മറ്റു സഹോദരന്മാരുടെ കൂടെ ചേർന്നു പദ്ധതികൾ ആവിഷ്കരിച്ചു. കൊയ്ത്ത് ദിവസം അടുത്തു. നാളെയാണ് ആ ദിനം. ഉപ്പയുണ്ടേൽ ഇന്ന് നാടാകെ പെരുമ്പറ മുഴക്കുമായിരുന്നു. പക്ഷേ ഇവർ പെരുമ്പറ പോയിട്ട് ചുണ്ടുപോലും അനക്കിയില്ല. കാരണം ആരും അറിയരുതല്ലോ. നാളെ ലഭ്യമാവുന്ന വിളവർദ്ധനവും ലാഭങ്ങളും സ്വപ്നം കണ്ട് അവർ സന്തോഷത്തോടെ ഉറങ്ങി. പിറ്റേന്ന് പ്രഭാതം പൊട്ടിവിടർന്നു. മനസ്സിൽ 1000 സന്തോഷ പൂത്തിരികൾ കത്തിച്ച് തങ്ങളുടെ തോട്ടത്തെ ലക്ഷ്യമാക്കി മൂവരും കുതിച്ചു. അടുത്തെത്തിയപ്പോൾ അവർ അമ്പരന്നുപോയി. തോട്ടത്തിൽ കതിർമണികൾ പോയിട്ട് ഒരു കച്ചി തുരുമ്പ് പോലും ഇല്ലായിരുന്നു. എല്ലാം കത്തി നശിച്ചിരിക്കുന്നു. നമുക്ക് വഴിമാറിയോ? ഇത് നമ്മുടെ തോട്ടമല്ല, അവർ പരസ്പരം പറഞ്ഞു.